മഴത്തോട് മുമ്പിൽ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ വൈജയന്തിക്കാണെങ്കിൽ ഇപ്പോൾ ആകെ മൊത്തത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ. ഇപ്പം നമ്മൾ അലീന പോയതിന് ശേഷവും നമ്മൾ ബബിതയ്ക്കാണെങ്കിലും രോഹിത്തിനാണെങ്കിലും കൃഷ്ണമോക്കാണെങ്കിലും അലീനയായിട്ട് എന്തെങ്കിലും കോൺടാക്റ്റും കാര്യങ്ങളും ഉണ്ടോ, അവരുമായിട്ട് സംസാരിക്കുന്നുണ്ടോ, അവളായിട്ട് ഇനി കൂടുതൽ ഇവർ അടുക്കുന്നതൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒരു സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളെ വൈജയന്തിക്ക്. അങ്ങനെ നമ്മളെ വൈജയന്തി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും എൻ്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഇവൾമാരെ ഞാൻ ശരിയാക്കുമെന്നൊക്കെ ചിന്തിച്ച് നമ്മളെ വൈജയന്തി ആണെങ്കിൽ ഇങ്ങനെ നമ്മളെ ബബിതയുടെ റൂമിലോട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ വൈജയന്തി പോകുന്ന സമയത്താണെങ്കിൽ നമ്മളെ കൃഷ്ണമോള് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അമ്മ എങ്ങോട്ടാ ഈ പോകുന്നതെന്നൊക്കെ അമ്മ എന്താ ചോദിക്കുന്നുണ്ട്. ബബിതേച്ചിയുടെ റൂമിലോട്ട് പോകുന്നത്, എന്തായാലും ബബിതേച്ചി വിളിക്കാൻ വേണ്ടിയാണോ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അതെന്താ എനിക്ക് ഇങ്ങോട്ട് എവിടെയും പോകാൻ പാടില്ലേ, നിങ്ങളെ ആരും റൂമിലോട്ടൊന്നും എനിക്ക് വരാൻ പാടില്ലേ, എന്തെങ്കിലും വിലക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീട്ടിൽ പുതിയ പുതിയ നിയമങ്ങളൊക്കെ ആണല്ലോ ഇവിടെ അലീന ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ റൂമിലോട്ടൊന്നും വരാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ വൈജയന്തി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളെല്ലാവരെയും എന്നിൽ നിന്ന് അകറ്റിയിട്ടൊക്കെ ആണല്ലോ അവൾ ഇവിടുന്ന് പോയതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ കൃഷ്ണമോള് പറയുന്നത്, ഓ ഇനിയിപ്പോൾ അമ്മ വന്നത് അലീന ചേച്ചിയെ കുറ്റം പറയാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ നമ്മൾ കൃഷ്ണമോളാണെങ്കിൽ വൈജയന്തി അടുത്ത് അങ്ങനെ ചോദിക്കുന്നു. നമ്മൾ കൃഷ്ണമോള് പറയുന്നുള്ളൂ, ഞാനൊന്നും പറയുന്നില്ല, അമ്മ എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൃഷ്ണമോള് പോകാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ വൈജയന്തി ആണെങ്കിൽ പയ്യെ അവിടെ ഇങ്ങനെ പോകുന്നുണ്ട് നമ്മൾ ബബിതയുടെ റൂമിൻ്റെ അടുത്തോട്ട്. അപ്പം ഇപ്പം കൃഷ്ണമോൾക്ക് ഒരു സംശയമുണ്ട്, എന്തായാലും അമ്മ ഇങ്ങോട്ടൊന്നും വരുന്നതല്ലല്ലോ, ഇതെന്താ പറ്റി, എന്തോ കള്ളത്തരം കയ്യിലുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കൃഷ്ണമോളും അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് നമ്മളെ വൈജയന്തി ആണെങ്കിലും ബബിതയുടെ റൂമിൻ്റെ അടുത്തോട്ട് പോകുന്ന സമയത്താണ് ബബിത ആണെങ്കിൽ അവിടെ നിന്ന് ഫോൺ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. അപ്പം നമ്മളെ വൈജയന്തി ചിന്തിക്കുന്നു, ഓഹോ തക്കം കിട്ടിക്കഴിഞ്ഞാൽ അവളെ വിളിച്ച് സംസാരിക്കലാണല്ലോ ഇവളൊക്കെ പരിപാടി, ഇത് ഞാൻ ഇന്നത്തോടെ ഞാൻ നിർത്തി കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ വൈജയന്തി ആണെങ്കിൽ ആ റൂമിലോട്ട് ഇങ്ങനെ ഡോറിലോട്ട് മുട്ടാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മളെ ബബിതയാണെങ്കിൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ആ ചേച്ചി പറ, സ്റ്റാലി അച്ഛൻ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ പേര് കേൾക്കുന്ന സമയത്ത് നമ്മളെ വൈജയന്തിയാണെങ്കിൽ ആകെ ഷോക്ക് ആവുന്നുണ്ട്. സ്റ്റാലിയുടെ പേര് ഇവളെന്താ പറയുന്നത്, ഇത് ഇവള് അലീനയായിട്ടല്ലേ സംസാരിക്കുന്നത്, പിന്നെ ഇവള് എങ്ങനെ ഈ സ്റ്റാലിൻ്റെ പേരൊക്കെ പറയുന്നതെന്നൊക്കെ ഉള്ളൊരു ചിന്തയും കൺഫ്യൂഷനൊക്കെ ആയിട്ട് ഷോക്കായിട്ട് നമ്മൾ വൈജയന്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് എന്താ ഇനിയിപ്പം ഇവർ സംസാരിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളെ വൈജയന്തി ആണെങ്കിൽ ഡോറിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ കാതോർത്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ബബിത ചോദിക്കുന്നുണ്ട്, വേറെ എന്തൊക്കെ പറഞ്ഞു ചേച്ചി, സ്റ്റാലി ചേച്ചി എന്തൊക്കെ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ വൈജയന്തിക്കൊക്കെ ആകെ കൺഫ്യൂഷൻ, ഇവളിങ്ങനെ ഈ സ്റ്റാലിയുടെ പേരൊക്കെ പറയുന്നത് എന്താ സംഭവം, ഇതെന്തോ ഇനി എൻ്റെ പഴയ ജീവിത കഥകളൊക്കെ ഇനി ഇവർ അറിഞ്ഞോ എന്താണെന്നൊന്നും അറിയാതെ ആകെ നമ്മളെ വൈജയന്തി ആണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അലീന അവിടെ എങ്ങനെ എത്തിപ്പെട്ട്, അലീന ഇപ്പോൾ സ്റ്റാലിയുടെ വീട്ടിലാണോ, എന്താ സംഭവം എന്നൊന്നും അറിയാൻ വയ്യാതെ ആകെ ഒരു ഷോക്കായിട്ട് നമുക്ക് നമ്മളെ വൈജയന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഭവിതയ്ക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി പോയ വൈജയന്തിക്കാണ് ഇപ്പോൾ എട്ടിൻ്റെ പണിയും കിട്ടി വൈജയന്തി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസായിട്ടൊക്കെ വരുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.